തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതി ഭരണത്തിനെതിരെയും അനധികൃത നിയമനങ്ങൾക്കെതിരെയും കോൺഗ്രസ് കൗൺസിലർമാർ നഗരസഭയുടെ മുന്നിൽ പ്രതിഷേധിച്ചു. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. കന്യാകുമാരി വരെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് തിരുവനന്തപുരം നഗരത്തിൽ വന്നുപോകുന്നത്. തലസ്ഥാനം തിരുവനന്തപുരത്താണ്, ഡയറക്ടറേറ്റുകൾ തിരുവനന്തപുരത്താണ്, ഹെഡ് ഓഫീസുകൾ തിരുവനന്തപുരത്താണ്. സമരത്തിന്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു, അതുകൊണ്ട് വളരെ വിശദമായ സംസാരത്തിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഇനിയിപ്പം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കൂടെയുള്ള ഒരു കൗൺസിൽ നിയമനപ്രദവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കെല്ലാം എൻ്റെ കൂടെ സംസാരിച്ചവർ പറഞ്ഞതുകൊണ്ട് തന്നെ അധികം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ ഈ വിഷയം ഗൗരവമായി തന്നെയാണ് UDF കാണുന്നത്. ഈ വിഷയത്തിനുമായി ഉള്ള സമരം ഇതൊരു തുടക്കമാണ്. കൗൺസിലർമാർ മാത്രമായി പങ്കെടുത്തിട്ടുണ്ടാണ് ഇന്നത്തെ സമരം. ഇവിടെ കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അത് അംഗീകരിച്ചില്ലെങ്കിൽ ഈ സമരം UDF ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രം ചെറിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്തില്ല. മേയർ ആര്യ രാജേന്ദ്രന്റെ അഴിമതി ഭരണത്തിനെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ ശബ്ദമുയർത്തി. ഒരു കാര്യവും ഇന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഏറ്റവും അവസാനമായിട്ട് വയോജന നയ രൂപീകരണം നടത്തി. ഈ വയോജന നയ രൂപീകരണം നടത്തിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടാതിരുന്ന സമയത്താണ് വയോജന നയ രൂപീകരണം നടത്തിയത്. ഇന്ന് തൊഴിലുറപ്പില്ല. ജനങ്ങൾക്ക് 2-3 വർഷങ്ങൾക്ക് മുൻപേ പാസ്സായിപ്പോയ കട്ടിൽ വയോജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, എഴുന്നേറ്റ് നേരെ ഇരിക്കാൻ പോലും പറ്റാത്തവർക്ക് പാസ്സാക്കി പോയ കട്ടിൽ ഇന്ന് വരെ കൊടുക്കാത്ത അവസ്ഥയാണ്. അത് അവസാനം കഴിഞ്ഞ കൗൺസിലില് ഞാൻ കയറി ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 2023 വരെയുള്ള കട്ടിൽ തന്നു. ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ കൗൺസിൽ കഴിഞ്ഞ് ഞാൻ നമ്മുടെ പാർലമെന്ററി പാർട്ടി ലീഡറിനെ വിളിച്ചു പറഞ്ഞു ഒരു രക്ഷയില്ല, തിങ്കളാഴ്ചക്കകത്ത് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പാടിലുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതാക്കാണ്. അവർ നമ്മളോടാ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? മരിച്ചിട്ടാണോ കൗൺസിലർ തരുന്നത്? എന്ത് നമ്മളോട് ചോദിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെയാണ് എന്ന് നഗരസഭ കടന്നു പോകുന്നത് എന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ചെറുപ്പക്കാരി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയുടെ മുഖമായി മാറുമെന്ന് കരുതി. എന്നാൽ അതുണ്ടായില്ല എന്ന് കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.